ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അയോ അലോ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് ടൈപ്പിലൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായി ചെറുതായി എരിഞ്ഞൊരു സബോള, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, വേവിച്ച് വെച്ച കോളിഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, വലുതായി എരിഞ്ഞ 2 സബോള, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 6 അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മൈദ, ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറും ആ മസാല പേസ്റ്റും നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോൾ ഗാർണിഷ് ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് ചെറുതായി എറിഞ്ഞ 6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു സബോളയും ചേർക്കാം. ഒപ്പം തന്നെ വലുതായി എരിഞ്ഞ 2 സബോളയും നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോയാ സോസ് ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഈ സമയത്ത് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കോളിഫ്ലവർ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 കപ്പ് വെള്ളവും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 കപ്പ് വെള്ളവും ചേർത്താണ് ഒഴിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് ടൈപ്പിലെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.